ചില കാഴ്ചകൾ നമ്മുടെ മനസ്സിൽ സന്തോഷത്തിൻ്റെ ഒരു വലിയ അഗ്നിപർവ്വതം തന്നെ തീർക്കും. അങ്ങനെ ഒരു കാഴ്ചയാണ് ഞാൻ ഇന്ന് സോഷ്യൽ മീഡിയയിൽ കണ്ടത്. ഷക്കീല എന്നു പേരുള്ള ഒരു മുൻകാല നടി, അത് പരിശുദ്ധ ഉംറ നിർവഹിക്കാൻ വേണ്ടി വിശുദ്ധ മക്കയിലേക്ക് പോകുന്ന അതിസുന്ദരമായൊരു കാഴ്ച. 90കളിൽ മലയാള സിനിമയിലൊരു തരംഗമായിരുന്നു ഷക്കീല തരംഗം. മലയാള സിനിമാ വ്യവസായം തകർന്നു നിൽക്കുന്നൊരു സമയത്ത് സെക്സ് ചിത്രങ്ങളിലൂടെ മലയാള സിനിമയെ സാമ്പത്തികമായിട്ട് മുന്നോട്ട് കൊണ്ടുപോയൊരു നടിയാണ് ഷക്കീല. ഷക്കീലയുടെ പേര് കേൾക്കുന്നത് പോലും മോശമാണെന്ന് കരുതിയിരുന്നൊരു കാലം ഉണ്ടായിരുന്നു. കാരണം സെക്സ് സിനിമകളാണ് ഷക്കീലക്കൊരു ജീവിതം സമ്മാനിച്ചിരുന്നത്. ഇന്ന് ഷക്കീല അത്തരം സിനിമകളിലൊന്നും അഭിനയിക്കാറില്ല. ഈ അടുത്ത് സിനിമ ഗ്ലാമർ മേഖലയിൽ നിന്ന് ഇസ്ലാമിൻ്റെ ആത്മീയ വഴിയിലേക്ക് വന്ന മുംതാസ് എന്നൊരു നടിയോട് ഒരു ചാനൽ ഷോയിൽ വെച്ചിട്ട് ഷക്കീല പറഞ്ഞ കുറച്ച് വാക്കുകളുണ്ടായിരുന്നു. എനിക്ക് ഈ തെറ്റുകളിൽ നിന്നൊക്കെ മുക്തരായിട്ട്, പാപമുക്തനായിട്ട്, എനിക്ക് തെറ്റുകളിൽ നിന്നൊക്കെ മാറിയിട്ട് എനിക്കൊരു നല്ല ജീവിതം നയിക്കണം എന്നൊരാഗ്രഹമുണ്ട് എന്ന് മുംതാസിനോട് പറഞ്ഞപ്പോൾ മുംതാസ് പറഞ്ഞൊരു വാക്കുണ്ട്, നിങ്ങൾ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കത് സാധ്യമാകുമെന്നായിരുന്നു. ഇന്നിതാ കാണുന്നു, വിശുദ്ധ റമദാനായി. ആ റമദാനിൻ്റെ പവിത്രമായ ദിവസത്തിൽ നമ്മളൊക്കെ വല്ലാതെ പരിഹസിച്ചിരുന്ന, കളിയാക്കിയിരുന്ന ഷക്കീല എന്നു പേരുള്ള ആ നടി സ്വന്തം പാപത്തിൽ നിന്ന് രക്ഷ തേടിക്കൊണ്ട് വിശുദ്ധ മക്കയിലേക്ക് പോകുന്നൊരു തീർത്ഥാടന യാത്ര. അള്ളാഹു ആ നടിയുടെ പരിശുദ്ധ ഉംറ മഖ്ബൂലും മബ്റൂറുമായിട്ട് അള്ളാഹു സ്വീകരിക്കട്ടെ. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരുപാട് പിഴവുകൾ സംഭവിക്കുമ്പോൾ ആ പിഴവുകൾ സംഭവിക്കുന്നവരെ ചൂണ്ടിക്കാണിച്ചിട്ട് അപഹസിക്കുകയല്ല വേണ്ടത്, മറിച്ച് അതിലപ്പുറം അവസാന നിമിഷമെങ്കിലും അയാളുടെ ഉള്ളിൽ ഒരു നന്മയുടെ ഒരു നീരുറവ വന്നിട്ടുണ്ടെങ്കിൽ ആ നീരുറവയെ കാണുന്നവരായിരിക്കണം നമ്മൾ. നമ്മളെപ്പോഴും ഒരു റെഡ് സിഗ്നൽ കാണിച്ചിട്ട് ഇയാൾ നരകത്തിലാണ്, ഇയാൾ സ്വർഗത്തിലാണ്, നമ്മളങ്ങനെ ചാപ്പ കുത്തണ്ട. എല്ലാ മനുഷ്യൻ്റെ ഉള്ളിലും നന്മയുടെ ഒരു അംശമെങ്കിലും ബാക്കിയുണ്ടാവും. ഒരു കാലത്ത് മലയാള സിനിമയിലെ യുവാക്കളെ ഹരം കൊള്ളിച്ച ഷക്കീല എന്നൊരു നടി, ആ നടി ഇന്ന് ശരീരം വസ്ത്രം കൊണ്ട് മുഴുവൻ മറച്ച് പരിശുദ്ധ ഉംറ നിർവഹിക്കാൻ പോകുമ്പോൾ അത് ഇസ്ലാം നൽകുന്നൊരു സന്ദേശം എത്ര സുന്ദരമാണല്ലേ. എത്രയോ തെറ്റുകളിലൂടെ ഒഴുകിപ്പോയി കറപുരണ്ട മനസ്സിലേക്ക് ഒരു നന്മയുടെ വെളിച്ചം കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു സിദ്ധാന്തമാണ് യഥാർത്ഥ ആത്മീയത. അള്ളാഹു ആ സ്ത്രീക്ക് നന്മ കൊടുക്കുന്നൊരു മനസ്സുണ്ടല്ലോ. 100 പേരെ കൊന്ന ഒരാൾ പോലും നന്നാവണം എന്ന് ആഗ്രഹിച്ചപ്പോൾ ആ ആളെ കുറിച്ചിട്ട് നമ്മൾ പഠിച്ചത് അയാൾ നല്ലവരിൽ ഉൾപ്പെട്ടു എന്നുള്ളതാണ്. അയാളൊരു നന്മ പോലും ചെയ്തിട്ടില്ല. അപ്പോൾ ഇന്ന് ഷക്കീലയാണെങ്കിൽ നമ്മളൊക്കെ എത്രയോ തെറ്റുകളിലൂടെ കടന്നു പോകുന്നവരാണെങ്കിൽ നമ്മൾ സ്വയം ഒന്ന് ചിന്തിക്കുക, മാറാൻ നമുക്കിനിയും സമയമുണ്ട് എന്നുള്ളത്. ഷക്കീലയുടെ ഈ ഉംറ നമുക്ക് നൽകുന്നൊരു പാഠം അതാണ്. ഇസ്ലാം എന്നൊരു മതം, അതിൻ്റെ ആത്മീയമായ സൗന്ദര്യം എത്ര മനോഹരമാണ് എന്നുള്ളത് ഈ ഒരു കാഴ്ചയിലൂടെ നമുക്ക് ബോധ്യപ്പെടുന്നുണ്ട്.